എരുമേലിയിലെ ഭവന നിർമ്മാണ ബോർഡിന്റെ സ്ഥലത്ത് കൺവെൻഷൻ സെന്റർ അടക്കമുള്ള സൗകര്യങ്ങളോട് കൂടിയ ഡിവിഷണൽ ഹബിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. എരുമേലി ചെറിയമ്പലത്തിന് സമീപം ഭവന നിർമ്മാണ ബോർഡിന്റെ ശബരിമല മണ്ഡല തീർത്ഥാടന വാഹന പാർക്കിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വരുന്നതിന് മുമ്പേ ഇതിന്റെ ചെയർമാനായിരുന്ന ആൾ MP ആണ്, രാജ്യസഭാ അംഗമാണ് ശ്രീ PP സുനിൽ. അപ്പോൾ ഈ ഹൗസിംഗ് ബോർഡിനെ 3.5 വർഷക്കാലം കൊണ്ടുപോയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അദ്ദേഹത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. രാജ്യസഭാ അംഗത്തിന്റെ ഈ സഹായം ഞങ്ങൾ ആർത്ഥത്തിൽ തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതെല്ലാം ചേർത്ത് നമുക്ക് ഈ സന്ദർശന കാലമാകുമ്പോഴേക്കും റോഡിന്റെ ഒരുക്കങ്ങൾ, അത് 2ാം ഘട്ടത്തിലാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇതെല്ലാം കൂടി പിടിച്ചാൽ ആദ്യഘട്ടത്തിൽ തന്നെ റോഡിന്റെ ഒരുക്കങ്ങൾ കൂടി തീർക്കാൻ പറ്റും. 3 ഘട്ടങ്ങളിലായിട്ടാണ് നമ്മൾ ഇത് വിഭാവനം ചെയ്തത്. ആദ്യഘട്ടം ഇപ്പോൾ ഏതാണ്ട് ക്ലിയറായി. 2ാം ഘട്ടത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ഭക്ഷണശാലകളും റിഫ്രഷ്മെന്റ് സെന്ററും ടോയ്ലറ്റ്, പെർമനന്റ് ആയിട്ടുള്ള ടോയ്ലറ്റും കഫറ്റേരിയയും നമുക്ക് വസ്ത്രങ്ങളും ബാഗുകളും ഒക്കെ പൂട്ടി വെക്കണമെങ്കിൽ കഴിയാവുന്ന ലോക്ക് റൂമും ക്ലോക്ക് റൂമും അതൊക്കെ അടക്കമുള്ള സംവിധാനങ്ങളാണ്. 3ാം ഘട്ടത്തിൽ ഗസ്റ്റ് ഹൗസും കോട്ടേജുകളും ഡോർമെട്രിയും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളെ കുറിച്ചാണ് ആലോചിച്ചിട്ടുള്ളത്. ഇവിടെ വന്നപ്പോഴാണിപ്പോൾ MLA-യുടെ ഒരു നിർദ്ദേശം വരുന്നത്, നല്ലൊരു ഓഡിറ്റോറിയം കൂടി വേണം. സെക്രട്ടറി എനിക്ക് തോന്നുന്നത് അതുകൂടി വെച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും അടുത്ത് ചേരുന്ന റവന്യൂ സെക്രട്ടേറിയറ്റ് അതിനൊരു മാർഗനിർദ്ദേശം ഉണ്ടാക്കിയാൽ, സർക്കാരിന്റെ പണം തന്നെ വേണം എന്നില്ല, സർക്കാരും നേരത്തെ നമ്മൾ സിയാൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കൊണ്ടുവന്നതുപോലെ പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൂടി ഉറപ്പുവരുത്താൻ കഴിയുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ. പാർക്കിംഗ് ഗ്രൗണ്ടിന്റെ ഇരുവശങ്ങളിലുമുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കുന്നതിനായി വെള്ളപ്പൊക്ക ദുരിതാശ്വാസ ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ അനുവദിച്ചെന്നും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡിന്റെ ഉടമസ്ഥതയിൽ എരുമേലി ചെറിയമ്പലത്തിന് സമീപമുള്ള 6.5 ഏക്കർ സ്ഥലത്തിന്റെ പകുതി സ്ഥലത്താണ് പാർക്കിംഗ് സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. എരുമേലിയിൽ രാജ്യാന്തര നിലവാരത്തിലുള്ള ഡിവിഷണൽ ഹബ്ബ് നടപ്പിലാക്കുന്നതിനുള്ള പദ്ധതികൾ ഭവന നിർമ്മാണ ബോർഡ് ആവിഷ്കരിച്ചിട്ടുണ്ട്. 3 ഘട്ടങ്ങളിലായാണ് പദ്ധതി നടപ്പിലാക്കുക. ഇതിന്റെ പ്രാരംഭ ഘട്ടമായാണ് മിതമായ നിരക്കിൽ വാഹന പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിരിക്കുന്നത്. താൽക്കാലിക ടോയ്ലറ്റ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. 2ാം ഘട്ടത്തിൽ ഭക്ഷണശാലകൾ, റിഫ്രഷ്മെന്റ് സെന്റർ, കഫ്റ്റീരിയ, ടോയ്ലറ്റ് എന്നിവയും, 3ാം ഘട്ടത്തിൽ ഗസ്റ്റ് ഹൗസ്, കോട്ടേജുകൾ, ഡോർമെട്രികൾ, അനുബന്ധ കെട്ടിടങ്ങൾ എന്നിവയും പദ്ധതിയിൽ ഉൾപ്പെടുന്നു. ചടങ്ങിൽ പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ V. സാമുവേൽ, സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് ചെയർമാൻ TV. ബാലൻ, സംസ്ഥാന ഭവന നിർമ്മാണ ബോർഡ് സെക്രട്ടറി ഷീബ ജോർജ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ഷുഫേഷ് സുധാകരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മറിയാമ്മ സണ്ണി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജൂബി അഷ്റഫ്, ഗ്രാമപഞ്ചായത്ത് അംഗം PA ഷാനവാസ് തുടങ്ങി നിരവധി പ്രമുഖർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എരുമേലി.